മാമലശ്ശേരി ദേശത്ത് പുഴയുടെ അരികിൽ ശ്രീരാമൻ വാഴുന്നു. അതിനടുത്ത് മറ്റൊരമ്പലത്തിൽ ശത്രുഘ്ന സ്വാമിയും വാഴുന്നു. ഇവിടങ്ങളിൽ നിന്നാണ് നാലമ്പല ദർശനം തുടങ്ങുന്നത്. പിന്നീട് പാമ്പാക്കുടയിൽ മേമുറി ദേശത്ത് ഭരതസ്വാമിയും ബാലാലയ പ്രതിഷ്ഠയായി ലക്ഷ്മണസ്വാമിയും വാഴുന്നു. നാലമ്പലങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുന്നു. ഹരേ രാമ ഹരേ രാമ. മാമലശ്ശേരി ശ്രീരാമക്ഷേത്രം എറണാകുളം ജില്ലയിലെ പിറവം കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല ദർശനത്തിൽ നമ്മൾ ആദ്യം ദർശനം നടത്തുന്ന ഇടം മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ ദർശന പ്രാധാന്യം ഉള്ളതാണ്. മാൻവേഷം പൂണ്ട് മായാവിയായ മാരീചനെ വധിച്ച് സീതാവിരഹിയായി വനത്തിൽ കഴിയുന്ന ശ്രീരാമൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വട്ട ശ്രീകോവിലിനുള്ളിൽ കിഴക്ക് ദർശനമായി ശിലാവിഗ്രഹത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. ഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് ഭഗവാന്റെ പരമഭക്തനായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയും ഉണ്ട്. പുലർച്ചെ 4-ന് നട തുറക്കും. ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ മീനൂട്ട് നടത്തുന്ന മൂവാറ്റുപുഴയാറിൻ്റെ ഭാഗം. ഇത് വേലൻപാട്ട്. ഈ അമ്പലത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സകല കാലദോഷവും തീരുവാനായി പറകൊട്ടി പാടുന്നു. രണ്ടാമതായി ദർശനം നടത്തുന്നത് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ്. മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെ വടക്ക് കിഴക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമൻ്റെ വനവാസ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തെ അയോധ്യയിലേക്ക് കൊണ്ടുവരുവാൻ സൈന്യസമേതമുള്ള യാത്രാമധ്യേ ഭരതൻ ഒറ്റപ്പെട്ടുപോയ സ്ഥലമെന്നാണ് വിശ്വാസം. പുലർച്ചെ 4:30-ന് നട തുറക്കും. നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ദർശനത്തിനും വഴിപാട് സമർപ്പണത്തിനും പ്രത്യേക ക്രമീകരണം ഇവിടെയുണ്ട്. കർക്കിടക മാസത്തിലെ പുണ്യദിനങ്ങളെ ഭക്തിസാന്ദ്രമാക്കി മാറ്റുന്ന മേമുറി ഭരതസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിലേക്കും സ്വർണൌഷധ സേവയിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. മാമലശ്ശേരി ദേശത്ത് പുഴയുടെ അരികിൽ ശ്രീരാമൻ വാഴുന്നു. അതിനടുത്ത് മറ്റൊരമ്പലത്തിൽ ശത്രുഘ്ന സ്വാമിയും വാഴുന്നു. ഇവിടങ്ങളിൽ നിന്നാണ് നാലമ്പല ദർശനം തുടങ്ങുന്നത്. പിന്നീട് പാമ്പാക്കുടയിൽ മേമുറി ദേശത്ത് ഭരതസ്വാമിയും ബാലാലയ പ്രതിഷ്ഠയായി ലക്ഷ്മണസ്വാമിയും വാഴുന്നു. നാലമ്പലങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുന്നു. ഈ നാലമ്പലങ്ങളിൽ ഭരതസ്വാമി ക്ഷേത്രത്തിൽ സ്വർണൌഷധ സേവയും നടത്തപ്പെടുന്നു. ഒരു നേരം ഔഷധം രോഗപ്രതിരോധ ശേഷിയും ഒരാണ്ട് പൂർണ്ണമായും ആരോഗ്യവും നേടിത്തരുന്നു. രോഗശാന്തി വരുത്തണേ എന്ന് ഭഗവാനെ മനമൊരുങ്ങി പ്രാർത്ഥിച്ച് ഔഷധം ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ സേവിക്കും. പാതുക സമർപ്പണം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഭരതസ്വാമിക്ക് പാതുകവും സമർപ്പിച്ച് സ്വർണ്ണ ഔഷധ സേവയും നടത്തി ഭഗവാനെ ഒരിക്കൽ കൂടി തൊഴുത് അവിടെ നിന്നും മടക്കയാത്ര. മൂന്നാമതായി ദർശനം നടത്തുന്നത് ലക്ഷ്മണസ്വാമിയെയാണ്. മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം ശ്രീരാമൻ്റെ സന്തത സഹചാരി സൗമിത്രി തിരുമൂഴിക്കുളത്തു നിന്നും ശീവേലി ബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട തീർത്ഥസ്നാനമായാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത്. ശീവേലി വിഗ്രഹം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനകത്ത് സ്ഥിരപ്രതിഷ്ഠയില്ല. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന വിഗ്രഹം തന്നെയാണ്. ഇളക്കി മാറ്റാവുന്ന വിഗ്രഹത്തിലാണ് ഭഗവാന്റെ ചൈതന്യം ഇവിടെ കുടികൊള്ളുന്നത്. മാമലശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ ദൂരെയായാണ് മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം.
പുലർച്ചെ 5-ന് നട തുറക്കും. മറ്റ് ഉപദേവതകളെ ദർശനം നടത്തി സർപ്പസങ്കേതത്തിൽ എത്തുമ്പോൾ അവിടെ കുടുംബ ഐശ്വര്യത്തിനായി നമുക്ക് സർപ്പം പാട്ട് നടത്താം. ഉപദേവതകളെ എല്ലാം ദർശിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവാന്റെ തിരുനടയിൽ ഒരിക്കൽ കൂടി നിന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. അതേതൊരു ഭക്തൻ്റെയും ആഗ്രഹം തന്നെയാണ്. ലക്ഷ്മണസ്വാമിയുടെ ഇഷ്ടവഴിപാടുകളായ പാൽപ്പായസവും നെയ്പ്പായസവുമെല്ലാം നമുക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇനി അന്നദാനപുരയിലേക്ക്. ഇവിടെ ദർശനം നടത്തുവാനെത്തുന്ന ഓരോ ഭക്തർക്കും വയറ് നിറയെ കഴിക്കുവാൻ കഞ്ഞിയും പുഴുക്കും അച്ചാറും സന്തോഷപൂർവ്വം വിളമ്പിത്തരുന്ന ഒരു കൂട്ടം സന്നദ്ധ സേവകരെ നമുക്കവിടെ കാണാൻ സാധിക്കും. വയറ് നിറയെ കഞ്ഞിയും കുടിച്ച് അവിടുന്ന് മടക്കം. നാലാമതായി ദർശനം നടത്തുന്നത് മാമലശ്ശേരി നെടുങ്ങോട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. ഭരതനൊപ്പം ശ്രീരാമനെ തിരികെ കൊണ്ടുവരുന്നതിന് പുറപ്പെട്ട ശത്രുഘ്നൻ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മാമലശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം കുരുത്തോലയിൽ തീർത്ത ചക്രം, അതാണ് ശത്രുഘ്നസ്വാമിക്ക് ഇഷ്ടവഴിപാടായി ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത്. ഈ ക്ഷേത്രം മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ്. രാമായണ കഥകളിൽ പറയുന്ന കഥാസന്ദർഭങ്ങളിൽ പലതും ഐതിഹ്യങ്ങളായി ഈ 4 ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നു. മാമലശ്ശേരി ക്ഷേത്രം തന്നെ മാരീച നിഗ്രഹം കഴിഞ്ഞ ശ്രീരാമൻ്റേതെന്ന് വിശ്വസിക്കുന്നു. മാനായി വന്ന മാരീചനെ ഭഗവാൻ നിഗ്രഹിച്ച് ആ മാനിൻ്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറി ഭരത ക്ഷേത്രവും കീഴ്ഭാഗം വീണ സ്ഥലമാണ് കീഴ്മുറി, അതായത് നെടുങ്ങോട് ശത്രുഘ്നസ്വാമി ക്ഷേത്രവും എന്ന് പറയപ്പെടുന്നു. സ്ഥലനാമങ്ങൾ ഈ കഥകളുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു. ഇതൊക്കെയാണ് ഭക്തരെ ഈ ക്ഷേത്രങ്ങളിലേക്ക് ഈ രാമായണ മാസം രാമകഥാ ശ്രവണം നടത്തുന്ന ഈ പുണ്യമാസത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. ഭഗവാന്റെ വഴിപാടായ പായസവും കഴിച്ച് ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ഒരിക്കൽ കൂടി ആസ്വദിച്ച് മനം നിറഞ്ഞ് വീണ്ടും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ ഒരിക്കൽ കൂടി ദർശനം നടത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കി മനസ്സ് നിറഞ്ഞ് മടക്കയാത്ര. ഹരേ രാമ ഹരേ രാമ.